കയറൊക്കെ നിങ്ങൾ ഇവിടെ എടുക്കുന്നില്ലേ, ഈ എടുക്കുന്നത് വന്നിട്ട് റീപാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് സപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ലാണ്ട് ഈ കയറിലൊക്കെ കളേഴ്സ് കൊടുക്കാറുണ്ടോ? കളേഴ്സ് പറഞ്ഞെങ്കിൽ ഇതിൽ ഡൈസ് എത്ര വരില്ല, ഓൺലി ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി ഒരു 2 പട്ട ഇടാൻ വേണ്ടി ഡൈസ് ഇടും, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ഡൈസ് ഇടാറില്ല. ഡൈ എങ്ങനെയാണ് ഇടുന്നത്? ഡൈ സിമ്പിൾ പ്രോസസ് ആണ്. അത് റെഡിമെയ്ഡ് ഡൈ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മ കയർ മുക്കി ഇട്ടിട്ട് എടുത്തേക്കും. നിങ്ങൾ പറഞ്ഞ മാതിരി കംപ്ലീറ്റ്ലി ഒരു ഹാൻഡ് മെയ്ഡ് ആണ്, ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്. മെഷീനറി മെഷീനറി കൊണ്ട് സക്സസ് ആവുന്നില്ല. കുറച്ചും കൂടി 2 പ്ലൈയിലുണ്ട്, 2 പ്ലൈയിലൊക്കെ ഒരുപാട് മെഷീനറീസ് ഒക്കെ ഉണ്ട്. ഈ 3 പ്ലൈയിൽ ഇതുവരെ മെഷീനറി സക്സസ് ആയിട്ടില്ല. ഈ 2 പ്ലൈ എന്തിനാണ് യൂസ് ആവുന്നത്? 2 പ്ലൈ ആവുന്നത് കംപ്ലീറ്റ് ഓൺലി ഫോർ പാക്കിംഗ് പർപ്പസ്. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ നോക്കിയെങ്കിൽ ഓല വീട് കാണും, ഓല വീട് മുകളിൽ കവർ ചെയ്യാൻ താർപ്പലിടും, പ്ലാസ്റ്റിക് താർപ്പൽ. അതെല്ലാം കെട്ടാൻ ഒരുപാട് പോകും കയറ്. ഇത് മാക്സിമം പോകുന്നത് നോർത്ത് ഇന്ത്യ പോകും, നമ്മ മഹാരാഷ്ട്ര കൂടുതൽ പോകും. Maharashtra. 2 ply main market Maharashtra and Gujarat. ഈ 3 ply യൂസ് ആവുന്നത് എവിടെയാ? 3 ply കൂടുതൽ it's for harvesting purpose. Harvesting പറഞ്ഞ ഗോതമ്പ് ഹാർവെസ്റ്റിംഗ് കെട്ടാണ് ഈ 3 ply പോകുന്നത്. മെഷീനറി കട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല, ഹാൻഡ് കട്ടിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പോകും, ഒരുപാട് യൂസ് ആവില്ല. മെഷീനറി ഇപ്പൊ സപ്പോസ് ഹാർവെസ്റ്റിംഗ് ടൈമിൽ മഴ വന്നെങ്കിൽ മെഷീനറി ഇറക്കാൻ ഒക്കില്ല, മെഷീൻ സ്ട്രക്ക് ആയി പോകില്ലേ. അതുകൊണ്ട് ഹാൻഡ് കട്ടിങ് ചെയ്യും. ഹാൻഡ് കട്ടിങ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ആവും. ഈ പ്രോഡക്റ്റ് യൂസ് ആവും. വെരി ഫാന്റാസ്റ്റിക്. ഇപ്പൊ ഈ കയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടാണ് നമുക്ക് ആ നോളജ് ഒക്കെ വരുന്നത്. ഈ 3 ply 2 ply എന്ന് പറഞ്ഞ സാധാരണ വളരെ ലൈറ്റ് ജൂട്ട് ഉണ്ടാവും. ഈ ജൂട്ടിനും ഈ കയറിനുള്ള വ്യത്യാസം എന്താണ്? ജൂട്ട് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് മെറ്റീരിയൽ. അത് പറഞ്ഞ അത് ഒരു ഡിഫറെന്റ് പ്രോഡക്റ്റ് ആണ്. It also has good strength. Long fibers. ജൂട്ട് വന്നിട്ട് ഏത് ഇതിൽ നിന്നാണ് ചെയ്യുന്നത്? എത്ര ഐഡിയ ഇല്ല. പക്ഷേ ഇതൊക്കെ വന്നിട്ട് ഫ്രം കോക്കനട്ട് ട്രീസ് ആണ്. അതെ, ഇത് കംപ്ലീറ്റ് കോക്കനട്ട് ട്രീസ്, കോക്കനട്ട് പ്രോഡക്റ്റ് കംപ്ലീറ്റ്. അപ്പോൾ ഈ ബ്രൂം സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ബ്രൂം സ്റ്റിക്കും കോക്കനട്ട് പ്രോഡക്റ്റ്. ഇറ്റ്സ് ഓല അതിനെ നമ്മൾ സാധാരണ പുറത്തോട്ട് അതേപോലെ. ആ ചൂല എവിടേക്ക് അടക്കാനാ എക്സ്പോർട്ട് ചെയ്യുന്നത്? അത് ഇതേ സ്ഥലമാണ് പോണത്. എല്ലാ എവിടെ കയർ പോണ ഇടത്തില്ല ഇത് പോകും. ഇറ്റ്സ് ഓൾസോ ഫോർ ഹാർവെസ്റ്റിംഗ് പർപ്പസ്. ഹാർവെസ്റ്റിംഗ് പിന്നെ അത് ചൂലടിക്കും. ടോട്ടലി യുവർ ബിസിനസ് ഇസ് ഡിപെൻഡ്സ് അപ്പോൺ ദി അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചർ എത്രത്തോളം നന്നായി ഡെവലപ്പ് ആവുന്നു അത്രത്തോളം നിങ്ങളുടെ ഇപ്പൊ നോർമലി ഇപ്പൊ നിങ്ങൾ ഈ കയർ എന്നൊക്കെ പറയുന്നത് ഇൻഡസ്ട്രി ഒക്കെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി വന്ന ശേഷം ഇറ്റ് ഹാസ് റിയലി ഗോൺ ഡൗൺ. അങ്ങനെ പറയാൻ ഒക്കില്ല, എല്ലാത്തിനും ബൈ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് പ്രൈസിങ് ഡിഫറൻസ് വരും. അപ്പോൾ പ്രൈസിങ് കുറയ്ക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ അസംബിൾ ആണ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കും. അത് അന്നമാതിരി പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. സോ സാർ വന്നിട്ട് ഈ ബിസിനസ് മാത്രമല്ലാണ്ട് ഇത്ര നല്ല ഒരു ആംബിയൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? ഇങ്ങനെ അമ്പലം പറഞ്ഞെങ്കിൽ ഒരു അച്ഛൻ്റെ ഒരു വിഷ്. ഇറ്റ്സ് അമ്മയുടെ മേലെ ഒരു തനി പാസമുണ്ട്, അമ്പാൾ മേലെ, ദുർഗ അമ്പാൾ. അപ്പോൾ ഒരു അമ്പലം കെട്ടണമെന്ന് ഒരു ആശ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവർ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു അമ്പലം തന്നെ സെറ്റപ്പ് ചെയ്തു. ഓക്കെ, തീർച്ചയായിട്ടും പ്രേക്ഷകരൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ, നല്ല നല്ല ഉത്തരങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇനി അകത്ത് ഓഫീസിൽ ചെന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മൾ പുറത്തുനിന്ന് ഇപ്പൊ അകത്ത് വന്നിരിക്കുകയാണ്. അകത്ത് വന്നതിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് കൂടി ഉണ്ട്. ഈ ഫ്രെയിം വർക്ക് ഒക്കെ നോക്കി അദ്ദേഹം എത്ര നേച്ചറിനെ ലവ് ചെയ്യുമെന്ന് കാണിക്കുന്ന ഒരു സംഭവം, ഓഫീസ് അറ്റ്മോസ്ഫിയർ ആണ് അത്. സാർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിലോട് ഭയങ്കര താല്പര്യമാണല്ലേ? അതെ, അത് ഒരു സ്ഥലത്ത് കണ്ടതാണ്, ഒരു മണ്ഡലത്തിൽ വെച്ച് കണ്ട് ഈ മാറ്റൊക്കെ കണ്ട് അവരുടെ ചോദിച്ചിട്ട് എവിടെ കിട്ടുന്ന തിരുവനന്തപുരത്തിലെ ഖാദി ഭണ്ഡാറിൽ പോയി വാങ്ങിയിട്ട് വന്നതാണ്. നേച്ചറോട് കൂടി ചേർന്ന് വാഴുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഒക്കെ ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ചെയ്യുന്ന പ്രോജക്ട്സിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേറ്റഡ് ഇതിനൊക്കെ സബ്സിഡി കിട്ടാറുണ്ടോ? ആക്ച്വലി വി ആർ ട്രേഡേഴ്സ് ബേസ്ഡ്. We are not manufactured based. Manufacturers ആണെങ്കിൽ കിട്ടുമായിരുന്നു. Manufactured based ഉണ്ടെങ്കിൽ കിട്ടും. അത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ട്. വി കം അണ്ടർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. ഓക്കെ, സബ്സിഡി ട്രേഡിംഗിന് കിട്ടത്തില്ലല്ലോ. നോർമലി മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇൻഡസ്ട്രീസിനാണല്ലോ സബ്സിഡി കിട്ടുന്നത്. പിന്നെ ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ പവർ ലൂം.
അതെ, ഇത് നമ്മളൊക്കെ ഉണ്ട് ഹാൻഡ് ബൈ ഹാൻഡ് ആണ്. മെഷീനറീസ് ഒക്കെ ഉണ്ട്, എല്ലാം റാട്ടൊക്കെ കൈറാട്ടൊക്കെ ഉണ്ട്, അതെല്ലാം ബൈ ഹാൻഡ് ആണ് ചുറ്റുന്നത്. അപ്പൊ ഇറ്റ്സ് നോട്ട് ഡിപെൻഡന്റ് ഓൺ പവർ. അതിലെ സബ്സിഡി കിട്ടാൻ ചാൻസസ് കുറവാണ്. സോ നോർമലി ഇങ്ങനത്തെ ഞാൻ എന്റെ നോളജിൽ എനിക്ക് അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് കോയസ് ഒക്കെ ഒരുപാട് ചൈനയിലോട്ട് എക്സ്പോർട്ട് ആവുന്നതാണ്. കോയർ പോകുന്നില്ല, കോയർ ഫൈബേഴ്സ് പോകുന്നത്. ഫൈബേഴ്സ് അവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 6 months ആയിട്ട് ഒരുപാട് ഫൈബേഴ്സ് ഓർഡർ വന്നിട്ടുണ്ട്. അതെ, എന്തിനു വേണ്ടിയിട്ടാണ് ചൈനയിൽ ഇത്രയും അവിടെ പോകുന്നത്? വൺ ഈസ് ഫോർ റോഡ് പർപ്പസ്, സംതിങ് ലൈക്ക് ദാറ്റ് ദേ ആർ സെയിങ്. ഇപ്പൊ റോഡ് ഇടാൻ വേണ്ടിയാണ്. അവിടെ സ്മൂത്ത് മീൻസ് എപ്പോഴും കണ്ടെങ്കിൽ അവിടെ കോൾഡ് കൂടുതലാണ്, പനിയൊക്കെ കൂടുതലുണ്ട്, മീൻസ് സ്നോഫോൾ കൂടുതലുണ്ട്. അതൊക്കെ വേണ്ടി റോഡിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ റെയിൽവേക്ക് മീൻസ് നമ്മ ബോഗീസിലെ ട്രെയിൻ സീറ്റ്സ് ഒക്കെ ഇടില്ലേ, അത് ടെൻഡർക്ക് വേണ്ടിയാണ് ഇത് പോകുന്നത്. அதுக்கு வேண்டியான இப்போ இடையில சிலோன்ல ஃபைபர் ப்ராடக்ட்ஸ் குறைஞ்சு போய் കാരണം അവർ ഇന്ത്യയിലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതെ, മുമ്പ് ഇപ്പൊ സിലോണിൽ എന്താ എടുക്കുന്നത്, ആണാ നമ്മൾക്ക് ആവശ്യത്തെ പ്രോഡക്റ്റ് കിട്ടുന്നില്ല അവിടെ. അപ്പൊ ചൈന വന്നിട്ട് ഇന്ത്യനെ ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ കോയർ പ്രോഡക്ട്സിൽ. അപ്പൊ അങ്ങനെയുള്ള സമയം വരുമ്പോ നമുക്ക് തന്നെ സഫീഷ്യന്റ് ആയിട്ട് കോയർ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ മീൻസ് ആക്ച്വലി ഏത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ചൈന ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരും പണി ചെയ്യില്ല. പിന്നെ ഇവിടെ ആവശ്യമുള്ളത് പ്രോഡക്റ്റ് നമ്മൾ റോ മെറ്റീരിയൽ വെച്ചിട്ട് ബാലൻസ് ഇരിക്കുന്നത് മാത്രം എക്സ്പോർട്ട് ചെയ്യും.